പ്രകൃതി സംരക്ഷണത്തിനും ജലപാതകളുടെ നവീകരണത്തിനും ഇത്തവണ ബജറ്റിൽ കാര്യമായ പരിഗണന ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സാമ്പത്തിക വിദഗ്ധർ. തുറമുഖങ്ങൾ പോലെയുള്ള വൻകിട പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ സാധ്യതയുള്ള തീരശോഷണം ഉൾപ്പെടെ തടയാൻ വലിയൊരു തുകയാണ് വിവിധ അതിർത്തികൾക്ക് ആവശ്യമായി വരിക എന്ന് തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. എപ്പോഴും പരിസ്ഥിതി സ്നേഹികൾ വളരെ ജിജ്ഞാസയോട് കാത്തിരിക്കുന്നതാണ് എന്തുമാത്രം തുക പരിസ്ഥിതി സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം സാമ്പത്തിക വിദഗ്ധനായ പ്രൊഫസർ എ.ജി. ജോർജ് കൂടി ചേരുന്നു. സാർ, എപ്പോഴും ബഡ്ജറ്റിലൊരു വലിയൊരു ചർച്ചയായിട്ട് വരുന്നതാണ് പരിസ്ഥിതി സ്നേഹം അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം. ഇത്തവണത്തെ ബഡ്ജറ്റിലും അത്തരത്തിൽ എന്തെങ്കിലും തുക പ്രതീക്ഷിക്കാമോ? പാരിസ്ഥിതിക സംരക്ഷണം എന്ന് പറയുന്നത് ഇന്ന് ആഗോള വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ഏറ്റവും ഒടുവിൽ ഇതിനെ സംബന്ധിച്ച് ഗുരുതരമായ ചർച്ച ഈ അടുത്ത കാലത്തുണ്ടായത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വരവോടുകൂടിയാണ്. അവിടുത്തെ പാരിസ്ഥിതിക ആഘാതം വളരെ ഗൗരവമുള്ളതാണ് എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട്. അവിടെ വർഷങ്ങളായി തലമുറകളായി താമസിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ തൊഴിലിനൊക്കെ ആഘാതം ഉണ്ടാകത്തക്ക രീതിയിലാണ് അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. നമുക്ക് വളരെ 645 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു തീര സംസ്ഥാനമാണ് നമ്മുടെ തീരദേശം. അത്രയും ദൈർഘ്യമുള്ള നമ്മൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ്. അതുകൊണ്ട് തീരദേശ സംരക്ഷണം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഈ ജലപാതകളൊക്കെ വേണ്ട രീതിയിൽ സംരക്ഷിച്ചാൽ മാത്രമേ പരിസ്ഥിതിയെ സംരക്ഷിക്കാനായി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു വാർത്ത പോലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് വിശേഷിപ്പിക്കുന്ന വെള്ളായണി കായലിൽ ഇപ്പോൾ ചെളിയടിഞ്ഞ് അവിടുത്തെ വെള്ളം മുഴുവൻ വറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ആകെ വെള്ളം കൊടുക്കുന്ന അരുവിക്കരയിലെ ആ നീർത്തടത്തിൽ പോലും മാലിന്യം അടിഞ്ഞ് അത് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് നെയ്യാർ ഡാമിൽ നിന്ന് ഉള്ള വെള്ളം കുടിവെള്ളമായി ശുദ്ധീകരിച്ച് തിരുവനന്തപുരം നഗരത്തിൽ വിതരണം ചെയ്യാനുള്ള ആലോചനകളാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന് വളരെ മുൻഗണന കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. അതിൽ ബജറ്റിൽ തക്കതായിട്ടുള്ള ഒരു മുൻഗണന കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊല്ലം കോട്ടപ്പുറം ജലപാത വലിയ പ്രതീക്ഷയായിരുന്നു. റോഡ് ഗതാഗതത്തിന് സമാന്തരമായ ഒരു ജലപാത എന്നുള്ളത് അതെങ്ങും എത്തിയിട്ടില്ല. കൊല്ലം കോട്ടപ്പുറത്തേക്കാൾ ഉപരി കോവളം കോട്ടപ്പുറം എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ല കൂടി കവർ ചെയ്യുന്നതായിട്ടുള്ള ഒരു ജലപാതയെക്കുറിച്ച് നമ്മൾ ഒരുപാട് വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അത് ഇതുവരെ സാക്ഷാത്കരിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെയൊക്കെ ഈ തോടുകളെല്ലാം മാലിന്യം അടിഞ്ഞ് അതിനകത്തെ വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലും തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കെല്ലാം അറിയാം, ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ പോലും ഈ തോട്ടിൻ കരയിലൊക്കെ വെള്ളം പൊങ്ങി അവിടെയുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ തോടുകൾ നോക്കണം, അതിൻ്റെ 2 ഭിത്തികളും കയ്യേറി ധാരാളം ആളുകൾ ഈ തോടുകളുടെ വശങ്ങളൊക്കെ കയ്യേറിയിട്ടുണ്ട്. അതുപോലെ കുറേ തോടിൻ്റെ ഭാഗമൊക്കെ ഇടിഞ്ഞ് നശിച്ചിട്ടുണ്ട്. വെള്ളം ഒഴുക്ക് സുഗമമാക്കാൻ ഇതിനകത്തെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളും മണ്ണും മാറ്റിയെങ്കിലേ പറ്റുകയുള്ളൂ. ഇത് വളരെ ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുന്ന രീതിയിൽ എപ്പോഴെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മണ്ണ് മാറ്റി കരയ്ക്ക് വയ്ക്കും. അടുത്ത മഴ പെയ്യുമ്പോൾ ഈ കരയിലേക്ക് വെച്ച മാലിന്യം വീണ്ടും തോടിലേക്ക് ഇറങ്ങും. അതുകൊണ്ടൊരു ജലപാത എന്ന് പറയുന്ന സാങ്കേതികമായ ശാസ്ത്രീയമായ ഒരു സങ്കല്പം യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടുകൂടി അതിനെ പ്രത്യേകമായി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി, വിശദമായ പ്രോജക്റ്റ് തയ്യാറാക്കി, സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടുകൂടി പ്രോജക്റ്റ് തയ്യാറാക്കിയെങ്കിൽ മാത്രമേ ജലഗതാഗതം സാക്ഷാത്കരിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. ജലപാത നവീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യാവസായിക വികസനത്തിന് പോലും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും, നാഴികക്കല്ല് തന്നെ ആയിരിക്കും. പക്ഷേ നിരന്തരമായി ഇത് പ്രഖ്യാപിക്കുക മാത്രം കൊണ്ട് കാര്യമില്ല. അത് നടപ്പാക്കാനുള്ള ഒരു ഇച്ഛാശക്തിയുടെ ഭരിക്കുന്ന ഗവൺമെൻറ് ഉണ്ടാകണം. ആ തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ ബജറ്റിലും അതിനാവശ്യമായിട്ടുള്ള പണം വകയിരുത്തി മുന്നോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഇത്തരത്തിൽ പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുടെയും ആവശ്യം പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നല്ലൊരു തുക തന്നെ മാറ്റിവെക്കണം എന്ന ആവശ്യമാണ്. പ്രത്യേകിച്ചും വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും സംരക്ഷണത്തിനായി. തിരുവനന്തപുരത്തു നിന്നും ബിനിലിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.